ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അതെ, അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കന്റെ പാർട്സ് കറിയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ പാർട്സ് കറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് തുടങ്ങല്ലേ? യെസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ പരിചയപ്പെടുത്തി അതെ, നമുക്ക് ഇതൊരു കാണിച്ച് പാർട്സ് ശരിയാ റെഡിയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് സവാള, വലിയ സവാള അരിഞ്ഞത്, കരിവേപ്പില, ചെറുനാരങ്ങയുടെ ചെറിയൊരു കഷ്ണം, കുറച്ച് മുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് സാധാരണ എല്ലാ ഇതിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ കറാമ്പട്ടൻ്റെ, പിന്നെ കടുക്, ഇത്രയും സാധനങ്ങളാണ്. അത് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. കടുക് ഒക്കെ ഇട്ടാലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ബാക്കി അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു കുക്കർ ആദ്യം വേണം. ഈ കുക്കറിലാണ് നമ്മൾ ആദ്യം ഒന്ന് ചിക്കൻ വേവിച്ചത്. ചിക്കൻ്റെ പാർട്സ് ആണ്. പാർട്സ് എന്ന് പറഞ്ഞാൽ പാർട്സ് ഈ ഭാഗം കുറച്ച് വേവ് കുറച്ച് കൂടുതലുള്ളൊരു ഭാഗമാണ്. അപ്പോൾ വെച്ചാൽ ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ വേവിച്ചെടുക്കേണ്ടതാണ്. ഇത് ഭയങ്കര ഇതാണ്, വേവ് കുറച്ച് ഹാർഡ്. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. എനിക്കറിയില്ല. നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പിടാം. മഞ്ഞപ്പൊടി ഇടാം. നമുക്കിതിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് വെക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുന്നതാണ്. നമുക്ക് 2 മൂടി വെള്ളം ഇത് വേവാനായിട്ട് പറഞ്ഞെടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു കുറഞ്ഞ സമയം വേവിച്ചെടുക്കേണ്ടതാണ്. ഏകദേശം ഒരു 4-5 വിസിൽ നമുക്ക് ഇതിനാവശ്യമാണ്. നമുക്ക് ഇത് വേവുന്ന ഒരു ചെറിയൊരു ഹാഫ് വേവ് ഇത് ആക്കിയെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കടുക് കുറച്ചിടാം. ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതൊന്ന് മൂടി വെക്കാം, പൊട്ടിത്തെറിക്കും. അപ്പോൾ ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം കറാമ്പട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ടേസ്റ്റിന് കറാമ്പട്ട ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒരു പകുതി ഒരു 1/4 ഭാഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിൽ ചേർത്ത് വെക്കാം. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് സവാള ഇടാം.
നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ചേർത്ത ഉള്ളി ഒന്ന് വാടുന്ന വരെ നമുക്കൊന്ന് കുറച്ച് നേരം കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി വഴറ്റുന്നതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. ഇതിലേക്ക് തക്കാളി, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഏകദേശം കുറച്ച് വെക്കാം. എന്നിട്ട് ഈ നടുവൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ട മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ്, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാല ഒന്ന് നന്നായിട്ട് നമ്മൾ ചേർത്ത മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേക മണം. നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ഇറക്കി വെക്കാം. അതിൻ്റെ ഒന്ന് പ്രഷർ പോകുന്ന വരെ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. അല്ലേ? അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വാവ്, ചിക്കൻ വന്നിട്ടുണ്ട്. നല്ല സ്മെൽ. അപ്പോൾ നമുക്ക് ഈ പാർട്സ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്സിൽ ചിക്കനിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പാനിലിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വേവിച്ച ഉള്ളി നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഉള്ളി, തക്കാളി എല്ലാം കൂടി വാട്ടിയത് നമ്മൾ വേഗം കൂടി മാറ്റി വെച്ചാണ്. ഇനി നമുക്ക് ആ പാൻ എടുത്തിട്ട് ഇതിൽ ഈ ചിക്കൻ പാർട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അപ്പോൾ നേരത്തെ കുക്കറിൽ നമ്മൾ വേവിച്ച ചിക്കനിലെ വെള്ളം നമുക്ക് കൂടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പാർട്സിലുള്ള കോഴിമുട്ട മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പാർട്സും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്.
നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കാവൂ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ കൂടി ഇപ്പോൾ അല്ലാത്ത ചേർത്തിയതിനെ കൊണ്ട് നമുക്ക് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇതിൽ ചേർക്കേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയാണ്. സ്പൂണ് കുരുമുളക് പൊടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ നിന്ന് എടുത്ത് വെച്ച ചിക്കനിന് ഊറ്റിയെടുത്ത് വെച്ച വെള്ളം നമ്മൾ ഈ ഉള്ളിൻ്റെ മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. എന്താ അടിപൊളി അല്ലേ, കളർ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളി റെഡിയാക്കി വെച്ചതിലേക്ക് നമുക്ക് പാർട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാ, അടിപൊളി കറി വരുന്നുണ്ട്. തീ നമുക്ക് കുറച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചേക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ. നമ്മുടെ ചിക്കൻ പാർട്സ് കറി ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 മിനിറ്റിനകം സംഗതിയെല്ലാം റെഡിയാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല നമുക്ക് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പാർട്സിൻ്റെ കോഴിമുട്ട ഇതിലേക്ക് അപ്പോൾ കുടഞ്ഞു പോകും. ചേർത്ത് നമുക്ക് തീ സ്ലിമ്മാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നല്ലാതെ പാർട്സ് കറി റെഡി. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതിൽ ചേർക്കാം. പുതിയ ഒരാൾ വരുന്നുണ്ട്. കുറച്ച് കരിവേപ്പില നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് എന്താ അതൊരു കളർ നോക്കിയേ, അടിപൊളി മണല്ലേ. ഇച്ചിരി ടേസ്റ്റ് നോക്കണ്ടേ? ചൂടുണ്ടാവും. അപ്പൊ ഗൈസ് നമ്മൾ ആ ചൂടൊക്കെ തണിച്ചെടുത്തിട്ട് നമുക്ക് കഴിച്ചോക്കാം. അപ്പൊ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. പിന്നെ അടുത്തത് എന്താണ് ഉണ്ടാക്കണത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ബൈ. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.